രാത്രി 12 മണി കഴിഞ്ഞാൽ ഭൂമി വേറൊരു തരത്തിലുള്ള ശബ്ദമുണ്ടാക്കാറുണ്ടെന്ന് പറയാറുണ്ട്. അത് കാറ്റടിക്കുന്ന ശബ്ദമല്ല, ചീവീടുകളുടെ കരച്ചിലുമല്ല. ഭൂമിക്കടിയിൽ ജീവനുള്ള എന്തോ ഒന്ന് ഇഴഞ്ഞു നീങ്ങുന്നതുപോലെയുള്ളൊരു ശബ്ദം. റൊമേനിയയിലെ ഒരു പഴയ മലയോര ഗ്രാമത്തിലായിരുന്നു മാത്യുവിന്റെ വീട്. നാട്ടുകാർക്കൊക്കെ അവൻ വലിയൊരു വിചിത്രനായിരുന്നു. ആരോടും അധികം സംസാരിക്കാത്ത കൂട്ടത്തിൽ. ഭാര്യ മരിച്ചതിനു ശേഷം അവൻ ആ വലിയ വീട്ടിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടുപോയി. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവന്റെ വീടിന്റെ പുറകിലെ മണ്ണ് പെട്ടെന്ന് താഴെ കിടിഞ്ഞു താണു. അവിടെ ഒരു വലിയ കുഴി രൂപപ്പെട്ടു. ആദ്യം അതൊരു ചെറിയ കുഴിയായിരുന്നു, പക്ഷെ മാത്യുവിന്റെ കണ്ണ് അതിലേക്ക് ഉടക്കി. ആ കുഴിക്കുള്ളിൽ നിന്ന് വിചിത്രമായൊരു തണുത്ത കാറ്റ് മുകളിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവനൊരു ടോർച്ചുമെടുത്ത് അതിലേക്ക് നോക്കി. അടിത്തട്ടൊന്നും കാണാൻ പറ്റുന്നില്ല, വെറുമൊരു ഇരുണ്ട ശൂന്യത. ആ രാത്രിക്ക് ശേഷം അവന് പിന്നെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവന്റെ തലയിൽ ഒരൊറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ: ഈ കുഴി ചെന്നവസാനിക്കുന്നത് എവിടെയായിരിക്കും? അടുത്ത ദിവസം തന്നെ അവൻ ആ കുഴി തുരക്കാൻ തുടങ്ങി. തുരന്നു പോകുന്ന അവനെ കണ്ട് നാട്ടുകാർ ചോദിച്ചു: മാത്യു, നീ ഇതെന്തായി തിരയുന്നത്? അവനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. എന്നിട്ട് പതുക്കെ മന്ത്രിച്ചു: താഴെ താഴെ എന്തോ ഉണ്ട്. ദിവസങ്ങൾ കടന്നുപോയി. കുഴിക്ക് ആഴം കൂടി വന്നു. മണ്ണ് മാറി കറുത്ത പാറക്കല്ലുകൾ കണ്ടു തുടങ്ങി. ആ കല്ലുകളും മാറിയപ്പോൾ പഴക്കം ചെന്ന ചില മതിലുകൾ പുറത്തു വന്നു. മനുഷ്യർ കെട്ടിയതുപോലെയുള്ള മതിലുകൾ. പക്ഷേ ആ സ്ഥലത്ത് പണ്ടൊരിക്കലും ഒരു കെട്ടിടം പോലും ഉണ്ടായിരുന്നില്ലെന്ന് ഗ്രാമത്തിലെ പ്രായമുള്ളവർ ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ ഒരു രാത്രി മാത്യു മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ടക്ക്, അവന്റെ കൊടാലി കഠിനമായ ഏതോ ലോഹത്തിൽ തട്ടി നിന്നു. വേഗം മണ്ണ് മാറ്റി നോക്കിയപ്പോൾ അവിടെ വലിയ ഒരു ഇരുമ്പുവാതിൽ. ആ വാതിലിൽ വിചിത്രമായ എന്തൊക്കെയോ അടയാളങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അവൻ അറിയാതെ ആ വാതിലിലൊന്നു തൊട്ടു. ആ നിമിഷം അകത്തുനിന്ന് ടക്ക്, ഒരു തട്ടൽ. മാത്യു ശ്വാസമടക്കി നിന്നുപോയി. വീണ്ടും ടക്ക് ടക്ക്. വാതിലിന്റെ അപ്പുറത്തുനിന്ന് ആരോ കൈകൊണ്ട് തട്ടുകയാണ്. അവൻ ഭയന്ന് വിറച്ചു ഓടി മുകളിലേക്ക് പോന്നു. വീട്ടിൽ കയറി വാതിലടച്ചു. പക്ഷേ ആ രാത്രി അവൻ വീണ്ടും ആ ശബ്ദം കേട്ടു. ഇത്തവണ വാതിലിൽ നിന്നല്ല, സ്വന്തം വീടിന്റെ തറയ്ക്കടിയിൽ നിന്ന്. ടക്ക് ടക്ക് ടക്ക്. അവൻ നിലത്ത് കിടന്ന് തറയിൽ ചെവി ചേർത്തുവെച്ചു. പേടിപ്പെടുത്തുന്ന ആ സത്യം അവൻ തിരിച്ചറിഞ്ഞു. താഴെ നിന്ന് ആരോ മുകളിലേക്ക് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ അയൽക്കാരനായ ഒരാൾ അവനെ കാണാൻ വന്നു. മാത്യു, നിന്റെ വീടിന്റെ അടിയിൽ നിന്ന് എന്തൊക്കെയോ വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുന്നല്ലോ, അവൻ പറഞ്ഞു. മാത്യു ഒന്നും മറുപടി പറഞ്ഞില്ല. വട്ടായതുപോലെ അവൻ വീണ്ടും ആ കുഴിയിലേക്കിറങ്ങിപ്പോയി. ഇത്തവണ നോക്കുമ്പോൾ ആ ഇരുമ്പുവാതിൽ ചെറുതായി തുറന്നു കിടക്കുകയാണ്. അവനത് തുറന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ അകത്തുനിന്ന് ആരോ അത് തുറന്നതാണ്. ഉള്ളിൽ കൂരിരുട്ടായിരുന്നു. പക്ഷെ ആ ഇരുട്ടിൽ നിന്നൊരു ശബ്ദം പുറത്തു വന്നു. ഒരു മനുഷ്യന്റെ ശ്വാസമെടുപ്പ്. നല്ല ഭാരമുള്ള കനത്ത ശ്വാസം. അവൻ വിറയ്ക്കുന്ന കൈകളോടെ ടോർച്ച് അകത്തേക്കടിച്ചു. ആദ്യമൊന്നും കണ്ടില്ല. പിന്നീട് ആ മണ്ണിന്റെ ഇടുക്കിൽ നിന്ന് 2 കൈകൾ പുറത്തേക്ക് വന്നു. മണ്ണിൽ കുത്തിപ്പിടിച്ച് അത് മുകളിലേക്ക് കയറാൻ നോക്കുകയാണ്. തുടർന്നൊരു മുഖം തെളിഞ്ഞു വന്നു. കാണാൻ മനുഷ്യനെപ്പോലെ തന്നെയുണ്ട്, പക്ഷേ ആ മുഖത്ത് കണ്ണുകളില്ലായിരുന്നു. മുഖം മുഴുവൻ മണ്ണിൽ മൂടിയ അവസ്ഥ. അത് നേരെ മാത്യുവിന്റെ മുഖത്തേക്ക് നോക്കി ഭീകരമായി ഒന്ന് ചിരിച്ചു. അപ്പോഴാണ് മാത്യുവിന് കാര്യം മനസ്സിലായത്. അവൻ മാത്രമല്ല താഴേക്ക് കുഴിച്ചുകൊണ്ടിരുന്നത്. അവിടെ അടിയിലുണ്ടായിരുന്ന ആ ജീവിയും അവനെ ലക്ഷ്യം വെച്ച് മുകളിലേക്ക് കുഴിക്കുകയായിരുന്നു. നാട്ടുകാർ പിന്നീട് പറഞ്ഞത് ആ രാത്രി മാത്യുവിന്റെ വീട്ടിൽ നിന്ന് ചോര മറവിക്കുന്ന തരത്തിലുള്ള ഒരു നിലവിളി കേട്ടിരുന്നുവെന്നാണ്. പക്ഷെ പേടി കാരണം ആരും അങ്ങോട്ട് ചെന്നില്ല. രാവിലെ വെളിച്ചം വീണപ്പോൾ നാട്ടുകാർ ഓടിക്കൂടി വാതിൽ തുറന്ന് അകത്ത് കയറി നോക്കി. വീട് പൂർണ്ണമായും ശൂന്യമായിരുന്നു. മാത്യു അവിടെ എങ്ങുമില്ല. പക്ഷെ വീടിന്റെ തറ മുഴുവൻ തകർന്ന് തരിപ്പണമായി കിടക്കുകയായിരുന്നു. നിലത്തുനിന്ന് താഴേക്ക് പോകുന്ന വലിയൊരു അഗാധമായ കുഴി മാത്രം ബാക്കി. ആ കുഴിയുടെ അടിത്തട്ടിൽ ഇന്നും ആ ശബ്ദം കേൾക്കാം: ടക്ക് ടക്ക് ടക്ക്.